അയ്യോ എനിക്ക് വയ്യാട്ടോ ചേട്ടാ. അയ്യോ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടി? ഇവിടെ 4 പിള്ളേരുണ്ടായിരുന്നു, അവരെ കളിപ്പിച്ചോണ്ടിരുന്ന പോരെ. വല്ല ആവശ്യം ഉണ്ടോ? വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഞാനും ഒരു പെണ്ണല്ലേ ചേട്ടാ. ചേട്ടനും ഇതിന്റെ പങ്കാളിയല്ലയോ? ചേട്ടനോട് നിർബന്ധിച്ചിട്ടാ. ഞാൻ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ചെയ്യാൻ പറ്റുമോ? അത് വീട്ടുകാരും എല്ലാരും വന്നപ്പോ ഞാൻ അങ്ങ് അയ്യോ എനിക്ക് ഒട്ടും വയ്യാട്ടോ. ഇത് ആരോഗ്യമുള്ള പെണ്ണുങ്ങൾക്ക് പറഞ്ഞ മണിയാടി ഇത്. എനിക്ക് തല ഇറങ്ങുന്നു, ഛർദിക്കാൻ വരുന്നു, ദേഹം തളരുന്നു. നീ ഇച്ചിരി വെള്ളം കുടി. വെള്ളം വേണ്ട, വെള്ളം കുടിച്ചാൽ മാള് വെക്കും. വേണ്ട വേണ്ട വേണ്ട. നീ ഇച്ചിരി വെള്ളം കുടിക്കില്ല, അല്ലെങ്കിൽ നിനക്ക് വല്ലാതെ വരും. വെള്ളം കുടിക്കരുന്ന്. എനിക്ക് വെള്ളം വേണ്ട, കുറച്ച് കഴിയട്ടെ. എടി കുറച്ച് വെള്ളം കുടിക്കുന്നത് ക്ഷീണം മാറും. എനിക്ക് ഞാൻ ക്ഷീണിച്ചാണ് ഇവിടെ കിടന്നാൽ എനിക്ക് വെള്ളം വേണ്ട, ആഹാരം വേണ്ട, എനിക്ക് ഒന്നും ഇറങ്ങുന്നില്ലെന്ന്. എനിക്ക് നീ തളർന്നു പോകുന്നു നിനക്ക്. ചേച്ചി വെള്ളം കൊണ്ടുവാ. അയ്യാ വെള്ളം തീർന്നു പോയി. ഇനിയിപ്പോ കുടിക്കാൻ നിങ്ങളൊക്കെ വിചാരിക്കും ഇവിടെ ഈ വെപ്രാളം കണ്ടിട്ട് ഇവള് ഗർഭിണിയാ, അതിന്റെ ഇതാ കാണിക്കുന്നതെന്ന്. അതൊന്നും അല്ല. കഴിഞ്ഞ ഞങ്ങളുടെ ഇവിടുത്തെ മണക്കാശ്ശേരി മണ്ഡലത്തിൽ ഇവള് സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. ഇന്ന് അതിന്റെ റിസൾട്ട് വരുന്ന ദിവസം അതിന്റെ ആദ്യമായി വെളിയിൽ കാണിച്ചോണ്ടിരിക്കുന്നത്. എന്നെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ. നിനക്ക് ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ചേട്ടൻ പറഞ്ഞ ഞാൻ ജയിക്കുമോ? നീ നോക്കും. ഇങ്ങനാന്ന് പറയുന്നത്. എന്നെ ഒന്ന് സമാധാനിപ്പിച്ചൂടായോ നിങ്ങൾക്ക്? എന്തൊരു കയറിയേറ്റടിയത്? എല്ലാരോടും നിർബന്ധിച്ചപ്പോൾ കയറിയേറ്റാന്ന് പറഞ്ഞില്ലയോ? പിന്നെ ചൂട് കാലത്ത് ജീപ്പിന്റെ തുറന്ന് ആ പുറത്ത് കയറിയിരുന്നപ്പോ നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ കാലത്ത് സുഖം കിട്ടിയപ്പോ നീ സമ്മതിച്ചില്ലൂടി? സമ്മതിച്ചില്ല. വേണ്ടായിരുന്നു ഇപ്പൊ അങ്ങ് തോന്നുവാ എനിക്ക്. നിനക്കല്ലേലും എടുത്തിയാടി ചെയ്യുന്ന കല കാര്യങ്ങളുള്ളതാ. നിനക്ക് എന്തും എടുത്താടിയാണ് ചെയ്യുന്നത്. അതെന്തൊരു സംസാരം അത്? നിങ്ങളൊരു ഭർത്താവാണോ? നിങ്ങള് പിന്നെ 4 പിള്ളേരെ ഞാൻ ലോൺ എടുത്ത് തന്നോ നിനക്ക്? ഞാൻ ഭർത്താവാന്നോ? ഒരു ബോറൽ സപ്പോർട്ട് വരാത്തൊരു ബോറന് അങ്ങനെ നല്ല പറയേണ്ടത്. സത്യം പറഞ്ഞാ ഞാൻ പോരണം. നീ എടുത്തിയാടി ചെയ്തിട്ടില്ലേ നീ കിടന്ന് അനുഭവിക്കുന്നത്? ശരിയാ, ഞാൻ എടുത്തിയാടി ചെയ്ത്. സത്യത്തിൽ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം മാത്രമേ എടുത്തിയാടി ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ കഴുത്തി മാല ഇട്ടത്. ചില സമയത്ത് നിങ്ങൾ ചിമ്പാൻസിയാ. ഞാൻ എന്തോ ചെയ്യും? ഞാൻ എല്ലാരോടും ഞാൻ വോട്ട് ചെയ്താലും ചോദിച്ചായിരുന്നു. എല്ലാരും എനിക്ക് ചെയ്ത് കാണുമോ? എല്ലാരും ചെയ്തിട്ടുണ്ട്. എന്തുവാ രാഷ്ട്രീയം എനിക്ക് നല്ല അറിവുണ്ടല്ലോ. എല്ലാരെയും കണ്ടപ്പോ ഞാൻ നല്ലപോലെ ഞാൻ തൊഴുതു, വോട്ട് ചോദിച്ചു, ജയിക്കുമ്പോ ഞാൻ ടാറ്റ കാണിക്കാന്ന് പറഞ്ഞു. അതല്ലയോ ചെയ്യേണ്ടുന്നത്? അതല്ലേ ഒരാൾ ചെയ്യേണ്ടത്? പിന്നെ രാഷ്ട്രീയമാണെങ്കിൽ പ്രസംഗിക്കണം. പ്രസംഗിച്ച് കയ്യിലെടുക്കുന്ന ആൾക്കാരെ നിനക്ക് പ്രസംഗിക്കാൻ അറിയാടി? നിനക്ക് പ്രസംഗിക്കാൻ എനിക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ ഞാൻ നിങ്ങളുടെ 4 പിള്ളേരെ പ്രസവിച്ചില്ലയോ? അതല്ലേ ഇതിലും വലിയ നല്ല കാര്യം. അയ്യോ, നീ ജയിച്ച് MLA ആയി കഴിയുമ്പോ നിയമസഭാ സമ്മേളനം കൂടുമ്പോ ചെന്ന് പറയാൻ എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, എനിക്ക് പ്രസവിച്ചുള്ള ശീലമേ ഉള്ളെന്ന്. കലാശക്കൊട്ടിട്ട് എല്ലാരും നിന്ന് ഡാൻസ് കളിച്ച് ഞാനും ഡാൻസ് കളിച്ച് അപ്പൊ എനിക്ക് വോട്ട് തരത്തില്ലയോ? അയ്യോ, കലാശാലക്കൊട്ട് ഞാൻ നിന്റെ കോപ്രായം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാ? എനിക്ക് വാട്സപ്പ് ഇമോജി ഉണ്ടാക്കാൻ അത്ര ഭാവം നീ കാണിച്ചത്. ശരിയാ പ്രസംഗിക്കാൻ ഇപ്പൊ എനിക്ക് അറിയത്തില്ല, രാഷ്ട്രീയം എനിക്ക് വലിയ രീതിയിൽ അറിയത്തില്ല, പക്ഷെ ഞാൻ ഇതെല്ലാം പഠിക്കും. നിങ്ങൾ നോക്കിക്കോ, എന്റെ രാഷ്ട്രീയം ഞാൻ മാതൃകയാക്കി ചരിത്ര പുസ്തകത്തിന്റെ താളുകളിൽ സ്വർണ്ണ ലിപിയിൽ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കുമ്പോ പുസ്തകത്തിന്റെ താഴത്തെ കൊണ്ട് എഴുതി വെക്കല്ല. ഞാൻ തുപ്പിലോട്ട് എടുക്കുമ്പോ അത് മാഞ്ഞു പോകും. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നോടൊരു പരിഗണന ഇല്ലാത്ത. ഈ നാട്ടുകാർ ചെന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാവോ? മന്ദാകിനി ഈ നാട്ടിലെ ഉരുക്ക് വനിതയാണ്, അയൺ ലേഡി. മന്ദാകിനി മന്ദാകിനി അങ്ങനെ പറഞ്ഞത്. അയൺ ലേഡി എന്റെ ചുളുങ്ങി കിടക്കുന്ന ഉടുപ്പ് പോലും അയൺ ചെയ്ത് തരാത്ത അയൺ ലേഡി. നീ തോക്കും, ഈ അയൺ തുരിപ്പിക്കും, ഞാൻ ആക്രിക്കാർക്ക് വിൽക്കും. അയ്യോ ഞാൻ ജയിക്കത്തില്ലയോ കേട്ടോ? നീ കേറിപ്പോ ആലോചിക്കണ പറയടി. ഒരു രാഷ്ട്രീയ നിരീക്ഷണം ഉണ്ട് നിനക്ക്. നിനക്കൊരു പാഠവും ഉണ്ടോ രാഷ്ട്രീയത്തിനെ പറ്റി? നീ എവിടുന്ന് രാഷ്ട്രീയം പഠിച്ചത്? ഇതിനൊക്കെ എങ്ങനെ പഠിക്കാൻ പറ്റിയത്? നിങ്ങൾ എന്തൊക്കെയാ നീ പറയുന്നത്? വേണ്ട, രാഷ്ട്രീയപരമായിട്ട് എനിക്ക് ബോധമുണ്ട്, ബന്ധമുണ്ട്. എങ്ങനെ? എന്റെ അച്ഛനെ നിങ്ങൾക്ക് അറിയത്തില്ലയോ? അറിയത്തില്ല. ഒരു കാര്യം, ഇവിടെ കാണാൻ നല്ലൊരു സാധനം സെലക്ട് ചെയ്തെടുക്കും. എന്റെ അച്ഛൻ AP സരസൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന് വിജ്ഞാനമുണ്ട്. എന്തോ ജ്ഞാനിയാണെന്നറിയാവോ? ഞാൻ ഈ വിജ്ഞാനിയുടെ നിറക്കുട്ടം. ഭയങ്കര ഇവരച്ഛന് വിജ്ഞാനം കാണും, ഭയങ്കര വിജ്ഞാനം. ഇത്രയും പ്രായമായിട്ട് എന്തോ വിജ്ഞാനം എന്നറിയാം ഇവരച്ഛന്. കൊണ്ട് നടക്കാൻ പറ്റത്തിന് പകുതി വിജ്ഞാനം തട്ടുമ്പുറത്ത് കയറ്റി വെച്ചേക്കാം ഇവിടെ അച്ഛന്റെ വിജ്ഞാനം. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ബുദ്ധിയും ശക്തിയും കരുണയും ക്ഷമയും ബോധവും വിവേകവും ഉള്ള ഒരു മനുഷ്യനാണ് എന്റെ അച്ഛൻ. അതെല്ലാം ഉണ്ട്, പക്ഷെ ഒരു മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങളില്ലായിരുന്നു. അതെന്തുവാ? കുളിയും നനയും. നിങ്ങൾ ചുമ്മാ ഇല്ലാവചനം പറയരുത്. നിന്റെ അച്ഛൻ കുളിക്കുവായിരുന്നു. ഈ വീട്ടിൽ വന്നപ്പോ മണസോപ്പെടുത്ത് മാങ്ങാന്ന് പറഞ്ഞ് ചപ്പുവായിരുന്നു. അത് ഗൾഫിലെ സോപ്പ് ഉണ്ടാ മാങ്ങാ പോലെ തോന്നും. എപ്പോഴും എന്റെ അച്ഛനെ മാത്രം കുറ്റം പറയുന്നല്ലേ? എന്റെ അച്ഛനും എന്റെ വീട്ടുകാർ മാത്രം മോശം. നിങ്ങളുടെ വീട്ടുകാരെ പറ്റി എന്താ പറയത്തത്? നിങ്ങളുടെ അച്ഛനെ പറ്റി എന്താ പറയത്തത്? എന്റെ അച്ഛൻ 2 നേരം കുളിക്കുവായിരുന്നു. ഓ ശരി, ഇവർ അച്ഛൻ 2 നേരം കുളിക്കും. ആദ്യം ഒരു കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ചെവിക്കകത്ത് സോപ്പാതെ ഇരിക്കും. ആരെങ്കിലും കാണും, പറഞ്ഞു വിടും. അങ്ങനെ അത് കളയാൻ വേണ്ടി രണ്ടാമത് നിങ്ങളുടെ അച്ഛൻ കുളിക്കും. അയ്യോ, അത് ഞങ്ങളുടെ അച്ഛന്റെ ചെവിക്കകത്ത് സോപ്പും പാത ഇരിക്കുന്നതല്ല. പിന്നെ ഞങ്ങളുടെ അച്ഛൻ പഞ്ഞിക്കകത്ത് അത്ര വെച്ചിട്ട് ഇവിടെ കയറ്റി വെക്കുന്ന പോകുന്ന വഴിക്ക് മണം പറിച്ചിപ്പാൻ. അന്ന് പിന്നെ എന്തിനാ ചെവിക്കകത്ത് വെക്കുന്നത്? കൈക്കകത്ത് പഞ്ഞി വെച്ചിട്ട് അതിനകത്ത് അത്ര ഒഴിച്ചിട്ട് മണപ്പിച്ചോണ്ട് നടക്കാൻ വയ്യായിരുന്നു. ഇങ്ങനെ കൊണ്ട് നടക്കാൻ വയ്യായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് മണപ്പിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ അത്ര മണങ്ങലല്ലടി. മണങ്ങൻ കണ്ടോ? സപ്പോർട്ട് തരാതെ ഇങ്ങനെ എന്നെ കുറ്റം പറയുന്നുണ്ടോ ചേട്ടാ? ഞാൻ ജയിക്കുമോ? നീ തോക്കുവേ.
അന്നേക്ക് ഭയങ്കര അറിവും ബോധവും വിജ്ഞാനമുള്ളതാ. കുടുംബശ്രീയിലെ ചേച്ചിമാര് ജമന്തിപ്പൂ കൃഷി ചെയ്തു. അത് പ്ലേറ്റിനകത്ത് എടുത്ത് വെച്ചപ്പോൾ ലഡു വന്നിട്ട് തിന്നാൻ ചെന്നതാ ഇവർ അച്ഛൻ. അത് കഴിഞ്ഞിട്ട് ഇവർ അച്ഛൻ എന്താ ചെയ്തെന്നറിയാമോ? ആള് കൊന്നിന് 10 കോടിയെ കൊടുക്കണമെന്ന് പഞ്ചായത്തിൽ എഴുതി കൊടുക്കുക. ആൾക്ക് കൊന്നു തിന്നാൻ 10 കോടിയെ കൊടുക്കണമെന്ന്. ഇത്രയും ഊർജ്ജം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുതോ? നീ തോക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. നീ തോക്കുമല്ലോ, നീ തോക്കും. നീ തോക്കണം. ഭർത്താവിന്റെ തടുക്കട്ടെ, നീ തോക്കണോടി, തോക്കണം. പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അങ്ങോട്ട് പോയത് എങ്ങോട്ട് പോടാ? ഓമന ചെയ്യ നിങ്ങളുടെ ആട് കയറി പരക്കാത്തിരിക്കുന്ന ഞാൻ കൊല്ലു. ഞാൻ പുല്ലിനെ ആടല്ല ആളായിരുന്നു. ആരാ എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ല. എന്റെ പൊന്നെണ്ണ, കഴിഞ്ഞ 1.5 മാസമായിട്ട് മന്ദാകിനി ചേച്ചിയുടെ പുറകെ ഞാനുണ്ട്. അങ്ങനെ പുറകെ നടത്തുന്നല്ല, ഞാൻ അനിയാണ്. നിന്റെ പേരെന്താ? മണി. എന്താ പണി? മണ്ണ് പണി. എവിടെ വീട്? മണിയുടെ. നമ്മുടെ പേരെന്തുവാ? കേരമണി. കേരമണിയോ? കേരമണിയല്ല, കേരമണി. അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. പുള്ളിക്ക് മാത്രം മണിയില്ലല്ലോ. അച്ഛന് മണിയില്ല, ഒരു പണിയില്ല. മണിയിൽ നേരത്തെ എന്താ? അല്ല, അച്ഛന് നേരത്തെ പണി എന്ന് പറഞ്ഞാൽ അച്ഛന് ഈ ഞങ്ങളുടെ വാതിക്കയിരുന്ന് ബീഡി തെറുക്കുന്ന പരിപാടിയായിരുന്നു. എന്നും രാവിലെ ബീഡിയെല്ലാം എടുത്ത് ചുക്കായിട്ട് അച്ഛൻ ബീഡി ഇങ്ങനെ തെറുത്ത് കൂട്ടും. അപ്പൊ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വന്നപ്പം പിന്നെ ബീഡി തെറുക്കാൻ ഞാൻ അനുവദിച്ചില്ല. കാരണം ഇത് ലഹരിയല്ലേ, ലഹരി അങ്ങ് നിർത്തി ഞാൻ. അങ്ങനെ ബീഡി തെറുപ്പില്ല ഇപ്പൊ അച്ഛന്. എന്താ പരിപാടി? ഇപ്പൊ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വന്നപ്പോ വാതിക്ക ഇരുന്നിട്ട് ഉടുത്ത മുണ്ട് ഇങ്ങനെ തെറുത്ത് കയറ്റുന്നുണ്ട്. ശീലം മറക്കാൻ പറ്റത്തില്ലല്ലോ അച്ഛന്. ആൾക്കാരൊന്നും വീട്ടിൽ വരത്തില്ല, ഞങ്ങളുടെ അച്ഛൻ കേട്ടതില്ല. ഞങ്ങളുടെ വീട്ടിലെ വാതിൽ കുത്തിയിരുന്ന് മുണ്ട് പൊക്കി കാണിച്ചാൽ ആരെങ്കിലും വരുവാണ്. അല്ല ചേച്ചി എന്ത് ചെയ്തു? ചേച്ചി നീ വന്നപ്പോ മുദ്രാവാക്യം വിളി കേട്ടിട്ട് അവൾ അടുക്കളയുടെ താഴെയാണ് ജനൽ എല്ലാം ഇരിപ്പുണ്ട്. എന്റെ പൊന്നാണ് ചേച്ചി കഴിഞ്ഞിട്ട് വിളി ഞങ്ങൾക്ക് സമയമായിരുന്നു പ്രകടനത്തിനൊക്കെ. ജയിച്ചു പോലും റിസൾട്ട് പോലും കാണാൻ അവൾ സമ്മതിക്കത്തില്ല. പിന്നെ കണ്ടെന്ന് പറ. അയ്യോ ചേച്ചി ജയിക്കുമെന്ന് ആര് പറഞ്ഞു? ഞാനല്ലേ പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നടത്തിയേ. ചേച്ചിയെ ചുമ്മാ നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കരുത് കേട്ടോ. അങ്ങനെ ജയിക്കും എനിക്കറിയത്തില്ല. അവിടെ ജയിക്കുമല്ലോ. നീ ജയിക്കുന്നതിന് എന്താ ഒട്ടാക്കി വെച്ചത്? അവിടെ എന്താ ഒട്ടാക്കി വെച്ചത്? എന്തുവാണ് എന്റെ പൊന്നാണ് ചേച്ചി കഴിഞ്ഞിട്ട് വിളിക്കുക. നീ ഒറ്റ ഒരുത്തം കാരണം എന്റെ പെണ്ണുപിള്ള ഈ അവസ്ഥയിലായത്. എന്റെ പെണ്ണുപിള്ളക്ക് എന്തോ സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ എന്നെ കേട്ടുവോ? ഭയങ്കര ഇതിൽ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റും. നിന്നെ ഞാൻ തല്ലിക്കൊല്ലുന്നില്ല ഞാൻ. എന്തോടാ ഫോൺ വൈബ്രേറ്റ് അടിക്കുന്നു. എടുക്കടാ. നിശ്ചയോടെ അവിടുന്ന് പെരുക്കട്ടെ, നല്ല സുഖം. എടുക്കടാ. നിശ്ചയോടെ പെരുക്കട്ടെ, നല്ല സുഖം. ഇതിനെക്കാളും നല്ല സുഖം പാന്റിന്റെ പോക്കറ്റ് എന്താ സംഭവം? എടുക്ക. ഗോപാല, എടാ ഗോപാല, ഞാൻ അത് അവിടെ കാണാൻ നോക്കടാ, ഒന്ന് നോക്കടാ. പരിസരത്ത്, സ്കൂളിന്റെ പരിസരത്ത് കാണാൻ നോക്കടാ. എടാ ഞാനത് എടുത്തു. ഇലക്ഷൻ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, ഞങ്ങളത് എടുത്തു. അത് എടുത്തിട്ട് അതിന്റെ ഉപയോഗം കഴിഞ്ഞ് അവിടെ കണ്ട് വെച്ചത്. എടാ നീ ഒന്ന് നോക്കടാ. അത് സത്യമായിട്ട് ഞാൻ കണ്ടില്ലടാ. ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ജയിക്കട്ടെ. ജയിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എവിടുന്നേലും ഞാൻ തപ്പിപ്പിടിച്ചോട് ഞങ്ങളുടെ അവകാശം ഉന്നയിച്ച് ഞങ്ങൾ എവിടുന്നേലും ഞാൻ തപ്പിപ്പിടിച്ചോണ്ട് തരാവടാ. പ്ലീസ്ടാ, എടുത്തു പോയില്ലേ ഞാൻ. ക്ഷമിക്കടാ, കൊണ്ടുതരാം ഞാൻ. എങ്ങനെയാലും കൊണ്ടുതരാം ഞാൻ. ഓ ഗോപാലന്റെ ശല്യമേ. എന്ത് പറ്റിയടാ? ഓ ഈ ഗോപാലൻ ഭയങ്കര വിഷയം വന്നേ. നീ എന്തോ എടുത്തോണ്ട് പോയ? മമ്മൂട്ടിയാന്ന്? അല്ല എന്താ വാക്കത്തിയോ? അല്ലെന്ന്. പാത്രോ? അല്ലെന്ന്. നീ എന്റെ എടുത്തോണ്ട് പോയിട്ട് കളഞ്ഞെന്ന് പറഞ്ഞ ഈ ഗോപാലിന്റെ ഒരു വല്യമ്മയില്ലായിരുന്നു, നടക്കാൻ വയ്യാതെ കട്ടിലെ കിടക്കുന്നത്. അവരെ ഇലക്ഷന് ഞാൻ എടുത്തോണ്ട് പോയായിരുന്നു വോട്ട് ചെയ്യാനൊക്കെ. ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അവരെ ആ സ്കൂളിന്റെ മതിലിൽ ഞാനൊന്ന് ചാരി നിർത്തി ഒരു ബീഡി വലിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഈ തള്ളെ കാണുന്നില്ല. 1.5 മാസം ഇതുവരെ വീട്ടിൽ തരുന്നില്ലെന്ന് പറഞ്ഞ് ഈ ഗോപാലൻ കിടന്ന് എന്തോ ഒരു ശല്യപാടാ. നിനക്കൊക്കെ ഈ ആവശ്യത്തിന് ഓരോ തീവ്രോ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നീ ഇടപെടത്തില്ലല്ലോടാ. ചേച്ചി ഇങ്ങോട്ട് പിള്ളേരെ കൊണ്ട് ഞാൻ എന്തോ ഭയങ്കര സംഭവമൊക്കെ ഒപ്പിച്ചു വെച്ചോക്കെ. ഞാൻ അവിടെ ചേച്ചി കഴിയുമ്പോ എന്തുവാ ഈ മൂട്ടിത്തിരി പൊട്ടിത്തിരി സംഭവമൊക്കെ ഉണ്ട്. പൊട്ടിത്തെറിയോ? മൂട്ടിത്തെറിക്കുമ്പോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സംഭവമില്ലേ? ഓ പാർട്ടി പോ. അതല്ലേ ആ സംഭവമൊക്കെ ഉണ്ട് അവിടെ. അറിവാ നിനക്ക്. പിന്നെന്ന് പറഞ്ഞാൽ കൈകൊട്ടി കളി സംഘത്തെ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൈകൊട്ടി കളി സംഘമൊക്കെ റാലി പോകുമ്പോ അണ്ണാ ചേച്ചി ജയിക്കത്തില്ലേ? ചേച്ചി ജയിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പ്രകടനമുണ്ട്. ഈ പ്രകടനത്തിന് മുമ്പിൽ ഞങ്ങൾ കൈകൊട്ടി കളിക്കാരെ അങ്ങോട്ട് ഇറക്കി വിടും. ഈ പഞ്ചായത്ത് റോഡൊക്കെ ഇല്ലേ, ഈ പഞ്ചായത്ത് റോഡ് ഇവർ കൈകൊട്ടിക്കളി നടക്കുമ്പം അത്ര റോഡിന്റെ വീതി അങ്ങ് കൂടും. അപ്പൊ അത്രയും പ്രവർത്തനം ഞങ്ങളുടെ നടന്നു അവിടെ. കൈകൊട്ടിക്കളി ഉണ്ട്. ആരൊക്കെയാന്നറിയാ കൈകൊട്ടിക്കളിക്ക്? നമ്മുടെ രാഘവൻ കച്ചാട്ടൻ ഇളെ മോളില്ലേ മഞ്ജു ഉണ്ട്. പിന്നെ നമ്മുടെ ബാംഗ്ലൂരുള്ള മറ്റേ ലിസി ഇല്ലേ, ലിസി വെക്കേഷൻ വന്നിട്ടുണ്ട്. ലിസി ഉണ്ട് കൈകൊട്ടിക്കളിക്ക്. പിന്നെ നമ്മുടെ സുധാകരൻ കൊച്ചാണ്ട് അവിടുത്തെ മരുമോളല്ലേ, ഇപ്പൊ കല്യാണം കഴിച്ചില്ലേ, രാജേഷ് കല്യാണം കഴിച്ചേ, സിന്ധു ഇതുണ്ട് കൈകൊട്ടിക്കളിക്ക്.
അങ്ങനെ 4-5 സുന്ദരി പെണ്ണുങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവരെ ലീഡ് ചെയ്യുന്നവരാന്നറിയോ? ആരാ ഞാൻ പറഞ്ഞായിരുന്നു, കാണാമായിരുന്നു നേരം. ആരാ ലീഡ് ചെയ്ത് കളിക്കുന്നത്? ഞങ്ങളുടെ അമ്മൂമ്മ, പാറക്കുട്ടി അമ്മൂമ്മ. അല്ല, ചമ്പാവരി ചോറിനകത്ത് കല്ല് വാരി ഇട്ടല്ലോടാ. ഞാൻ വരത്തില്ല കൈകൊട്ടി കളി കാണാം, ഞാൻ വരത്തില്ല കൈകൊട്ടി കളി കാണാം. അന്ന് ചേച്ചി ഇങ്ങോട്ട് വിളിക്കണം, എനിക്ക് പ്രചരണത്തിന് ചേച്ചി പ്രകടനത്തിന് കൊണ്ടുപോകണം. നിന്റെ അണിയോ കിണിയോ ഏതാണ്ട് ഇവിടെ വന്നിരിക്കുന്നു, വന്നേന്ന് കഷ്ടമാണ് കേട്ടത്. പാറവാട്ടാന്ന് ഇത് താങ്ങി കൊണ്ട് നടക്കുന്ന എടുത്ത കള നിന്റെ തല. മണിയേ ചേച്ചി, മണിയേ ചേച്ചി, മണി ചേച്ചി, മണി ചേച്ചി. മണി ചേച്ചി നിർത്ത്. ഓ മണി, ഞാൻ ജയിക്കുവാടാ മണി. എന്താ ചോദ്യമാ ചേച്ചി ചോദിക്കുന്നത്? ഇത് കണ്ടാ മൈലാഞ്ചി കല്യാണം കൂടിയിട്ട് വരുമല്ല ഞാൻ. 5 വോട്ടാ അങ്ങോട്ട് കീച്ചേക്കുന്ന ചേച്ചിക്ക് വേണ്ടി. അയ്യോ, നീ സൂപ്പറാണ് മണി, നീ സൂപ്പറാ. നീ കള്ളോട്ടിട്ടില്ലടാ. അല്ല, നീ കളയോട്ട് ചെയ്തില്ലൂടാ. എതിർ പാർട്ടിക്കാരെ ഞാൻ നിന്റെ 5 പേരിലും വിട്ട് ഞാൻ കളയും അങ്ങ്. സത്യമായിട്ടും കള്ളൗട്ട് ചെയ്തതല്ല. കനമച്ചനോട് വോട്ട് ചോദിക്കാൻ പോയപ്പോ അവര് അടുക്കളയുടെ കഥവിനിടെ വെച്ച് ഇറക്കിയത്. അത് നല്ലൊരു കാര്യമല്ലേ, വോട്ട് വെക്കുന്ന നല്ല കാര്യമല്ലയോ? ആണ്, പക്ഷെ ഞാൻ ഇലക്ഷൻ കഴിഞ്ഞാ വോട്ട് ചോദിക്കാൻ പോയി. എനിക്ക് വയ്യ, എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. നമ്മുടെ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിയായിരുന്നു മണിയെ? നീക്ക് നല്ല രീതി ഔട്ട് ചോദിച്ചായിരുന്നു? എനിക്ക് നല്ല സംശയമുണ്ട്. ജയിക്കൂടാ, നിനക്ക് പ്രവർത്തനം പോലെ ഇരിക്കും എന്റെ വോട്ട്. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി എന്ത് പറഞ്ഞോണ്ടേ പറഞ്ഞു? ചേച്ചി ഈ നാടിന്റെ മുക്കും മൂലയും നോക്കും, മൊത്തം മന്ദാകിനിയുടെ പടം കൊണ്ട് നിരത്തി വെച്ചേക്കോല്ലേ ഞാൻ. അങ്ങോട്ട് നോക്കിയ മന്ദാകിനി, ഇങ്ങോട്ട് നോക്കിയ മന്ദാകിനി, അങ്ങോട്ട് നോക്കിയാലും മന്ദാകിനി, മന്ദാകിനി 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 മന്ദാകിനി, മൊത്തം മന്ദാകിനി. നാട്ടുകാർക്ക് ഇതേ പറയുള്ളൂ. ജയിക്കുവാണ് അവള്. ജയിക്കുവാന്നോ? ജയിക്കൂടാ. അവളെ ടി വി വെച്ച് നോക്കണ്ട. അയ്യോ ചേച്ചി, ചേച്ചി പേടിക്കണ്ട. ഞാൻ വീട്ടിൽ നിന്ന് TV കണ്ടിട്ടാ വന്നേ. അണ്ണാ ചേച്ചിക്ക് 600 കൂടുതലാ. ഷുഗറോ? ഷുഗർ അല്ലല്ലോ, മറ്റേ ഇതില്ലേ 600 പൂരി വെച്ച്. 600 പൂരി വെച്ചപ്പോ അതിന് കറി ആര് വെക്കും? എന്തുവാ 600 പൂരി വെച്ചെന്ന് പറഞ്ഞു? അല്ലെന്ന്, കൂടുതൽ ഓട്ട് കിട്ടിയ സംഭവല്ലേ ഭൂരിപക്ഷം. അത് തന്നെ, അതുകൊണ്ട് ചേച്ചിക്ക് കണ്ടോ? പിന്നെ പേടിക്കുന്നത്. വെച്ച് നോക്കാൻ കിട്ടും. അങ്ങനെ വെക്കാം, വെച്ച് നോക്ക്. സത്യം പറഞ്ഞ എനിക്ക് ടെൻഷൻ ഉണ്ടാ. നിങ്ങൾ പറഞ്ഞാൽ മതി റിസൾട്ട്. ഞാൻ ഈ കണ്ണും പൊത്തി ചെവിയും പൊത്തി ഇവിടെ നിൽക്കാം. നേരം നിൽക്കുന്നു തീരത്തെ മന്ദാരം കാറ്റിൽ തൈലഗന്ധം നീ വിജയിച്ചോ? വിജയിച്ചോ? ഇപ്പൊ വരും. അവിടെ ഫാനുപ്രിയയുടെ റിസൾട്ട് എണ്ണിക്കൊണ്ടിരിക്കുവാ. അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കും എന്നറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കൊതുകുമൂളാപ്പുഴ നിയോജക മണ്ഡലത്തിലെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. അവിടെ PT ഉതുപ്പ് 4000 വോട്ടിന് തോറ്റിരിക്കുന്നു. പോയി ഉടുപ്പ് മാറുന്നല്ല, പാർട്ടി മാറുന്നല്ല, ഇനി മണക്കാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഫലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ താരതമ്യേന ഈ ഇലക്ഷനിൽ പുതുമുഖമായ മന്ദാകിനി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി കുറ്റിക്കാട്ടിൽ ഏലിക്കുട്ടിയേക്കാൾ 500 വോട്ടിന് പുറകിലാണ്. രാവിലെ എത്ര ദിവസം ചെയ്തറിയത്? മുഖത്ത് വെള്ളം തളിക്കാം, മുഖത്ത് വെള്ളം തളിക്കാം. ചേച്ചിയുടെ മുഖത്ത് വെള്ളം ഒഴിച്ച് പോയേക്കല്ലോ. വെള്ളം ഒഴിച്ചെത്തുള്ള പടർന്നു പോവാടാ. അതല്ലെന്നും ചേച്ചി കേവലം വെള്ളം മുഖത്ത് വീണ് ഉണരേണ്ട ആളല്ല. ഈ നാട്ടിലെ ചേച്ചിയുടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ശബ്ദം കേട്ട് ഉണരേണ്ട മന്ദാകിനിയാണ് ഈ കിടക്കുന്നത്. ഞങ്ങളുടെ യോമന നേതാവേ, തീരത യോടത ഇറ്റാണോ നെഞ്ചിനകത്ത് മന്ദാകിനി, മന്ദിനകത്ത് നെഞ്ചാകിനി. ഇതാണ് ഞങ്ങളുടെ മന്ദാകിനി. കണ്ടോ മനുഷ്യ, കണ്ടോ? ഇതാണ് മോറൽ സപ്പോർട്ട്, ഇതാണ് മോറൽ സപ്പോർട്ട്. അല്ലാതെ നിങ്ങളുടെ കൂട്ടി ഇങ്ങനെ വായ്ത്താളം അടിക്കുന്നതല്ല. നിങ്ങൾ ഇതിനു മുന്നേ എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് തോൽവി ഞാൻ ഏറ്റെടുക്കും. കാരണം ഒരു നേതാവുമ്പോ ചുവട് എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചു പോയിരിക്കും. ആൾക്കാരെ ജയിപ്പിക്കും. ചേച്ചി മുകളിൽ കയറി. നീ കാണുന്ന എന്റെ തലയിൽ നീ കയറി ഇറങ്ങി വിളിച്ചു. അങ്ങനെ വോട്ടെണ്ണിയപ്പോ ചേച്ചിയാണ് ഇപ്പൊ മുകളിൽ നിൽക്കുന്നത്. അങ്ങോട്ട് വെച്ച് നോക്കാൻ പറ്റും. കേരളത്തിലെ വോട്ടെണ്ണൽ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും വിജയിച്ച പാർട്ടി പ്രവർത്തകരുടെ ആഹ്ലാദ ആരവ പ്രകടനങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.
ഈ അവസരത്തിൽ നമ്മൾ വീണ്ടും മണങ്ങാശ്ശേരിയിലേക്കാണ് പോകുന്നത്. മണങ്ങാശ്ശേരി മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും അടുത്ത 5 വർഷത്തേക്ക് മണങ്ങാശ്ശേരിയെ നയിക്കാൻ പോകുന്നത്? മണങ്ങാശ്ശേരിയുടെ സാരഥി ആരായിരിക്കും? അങ്ങനെ മണങ്ങാശ്ശേരിയിലെയും ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഇത്രയും നേരം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കുറ്റിക്കാട്ടിൽ ഏലിക്കുട്ടിയെ പിന്തള്ളിക്കൊണ്ട് ശ്രീമതി മന്ദാകിനി മണങ്ങാശ്ശേരിയിൽ വിജയിച്ചിരിക്കുന്നു. എന്തുവാ ജയിച്ചു നീ. അത് കേട്ട് എന്റെ പൊന്നുമണി ഇനി എന്താ ചെയ്യേണ്ടത്? MLA മന്ദാകിനി ഇനി എന്തുവാ? ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാ മതി. ചേച്ചി ഇനിയല്ലേ കിടക്കുന്നത്? ഇനി നമുക്ക് ആഹ്ലാദ പ്രകടനത്തിന് പോകണം, സത്യപ്രതിജ്ഞയ്ക്ക് പോകണം, പാർട്ടി സമ്മേളനത്തിന് പോകണം, ഒരുപാട് പരിപാടികളുണ്ട്. ഈ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞിട്ടേ ഈ നമ്മുടെ പ്രതിനിധികളെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് ഏത് സാധനം വേണമെന്ന് ചോദിക്കും. അപ്പൊ ചേച്ചി എന്ത് പറയും? 200 രൂപയുടെ പച്ചക്കറി കിട്ടി 2 കിലോ അരിയും പറയട്ടെ. ഏത് സാധനം വേണമെന്നല്ല, ചേച്ചിക്ക് ഏത് സ്ഥാനം വേണമെന്ന് അവർ ചോദിക്കും. അത് നീ പറ, അതുപോലെ ചോദിക്കാം. ശരി, ചേച്ചിയുടെ ഈ ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ടേ നമുക്ക് സ്പീക്കർ ആയാലോ? എല്ലാരും പറഞ്ഞത് ഭയങ്കര അല്ലേ, അതിന് സ്പീക്കറോട് ആക്കി വെക്കും. അങ്ങനെ ഇവിടെ കൊടുക്കും, വൈ ചെയ്ത് കൊടുക്കണം. ഭയങ്കര ചെലപ്പില്ല നമുക്ക്. ഈ പുള്ളി എന്തൊരു വർത്തമാനം പറയുമ്പോ നിങ്ങൾ വിചാരിക്കുന്ന നിസാരാളല്ലേ ഇത്? അതെ, ഈ 5 വർഷമേ ഉള്ളൂ ഇവിടെ. 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് പാർലമെന്റിൽ പോകണം. നമുക്ക് എന്നും പാർലമെന്റിൽ പോയിരുന്നു, ഇനിയിപ്പോ പാർലമെന്റിൽ പോവും അല്ലേടി? അതൊക്കെ എനിക്കറിയാം. പാർലമെന്റ് ചേട്ടനൊക്കെ എനിക്കറിയാം നല്ല. അവിടെ ചെന്നിട്ട് ഈ പുള്ളി ചുമ്മാ പറയുവാന്നേ. നമുക്ക് പ്രസംഗിക്കാൻ എന്തെങ്കിലും പ്രസംഗിക്കാൻ അറിയാൻ ചോദിച്ചു. പ്രസംഗമൊക്കെ ഞാൻ പഠിച്ചോളാം. എങ്ങനെയാണ് ഞാൻ ആദ്യം നന്ദി പറയണല്ലോ ഇവരോട്. നന്ദി പറയണം. എന്റെ തന്മയത്വത്തോടെ ഞാൻ നിൽക്കട്ടെ. തന്മയത്വത്തോട് പറഞ്ഞേ. പ്രിയപ്പെട്ട നാട്ടുകാരെ, മണങ്ങാശ്ശേരി നിവാസികളെ, എന്നെ ഇത്രയും ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇത് പറ്റത്തില്ല. പണ്ടത്തെ പെട്ടിയായിരുന്നു വോട്ട് അവർ തിരിച്ചെടുത്തോണ്ട് പോയേന്. അല്ല പിന്നെ എങ്ങനെ? ഇപ്പൊ മെഷീനായിട്ട് പറ്റത്തില്ല, അതൊന്നും പറ്റത്തില്ലെന്ന്. പിന്നെ ഞാൻ എഴുതിക്കൊണ്ട് തന്നിട്ടുണ്ട്, ഇതങ്ങോട്ട് വായിച്ചേ. പ്രിയമുള്ള എന്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എന്തോടാ ഇത്? നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ശിരസാ വഹിക്കുന്നു. നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ശിരസാ വഹിക്കുന്നു. ഏവർക്കും എന്റെ നന്ദി. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ? ആ ചോദ്യം വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇതിന്റെ ഇടയ്ക്ക് ചോദ്യം, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോണ്ടിരിക്കുമല്ലോ, അതിന്റെ ഇടയ്ക്ക് നീ എന്തിനാ ചോദ്യം ചോദിക്കാൻ പോകും? എന്റെ തെറ്റാണ്, ഞാൻ ചോദിക്കാൻ പാടില്ല. അതാ ഇതൊന്നും അല്ലടാ. എനിക്ക് ഇവിടുത്തെ നാട്ടുകാരോട്, ഇവിടുത്തെ കുറെ പെണ്ണുങ്ങളോട് പറഞ്ഞു. എടി സുജാത, എടി രമണി, എടി ശശികല, എടി ലത, ചന്ദ്രിക, നീയൊക്കെ എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? ഒരു കുടുംബശ്രീയിൽ ഒരു സ്ഥാനം എനിക്ക് തന്നിട്ടുണ്ട്. പഞ്ചായത്തിൽ വരുമ്പോ എന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ടോടി? ഒരു ADS ആക്കിയിട്ടുണ്ടോ? പോട്ടെ, തൊഴിലുറപ്പിനൊരു മേറ്റർ ആക്കിയിട്ടുണ്ടോടി? നീയൊക്കെ എന്നെ പുച്ഛിച്ചതിന് ഞാൻ കണക്ക് ചോദിക്കും. പിന്നെ ഇന്നോവ കാറിൽ ഞാൻ വന്നിറങ്ങുമ്പോ നീയൊക്കെ വാപിടിച്ച് നോക്കിയിരിക്കോടി. നീയൊക്കെ എന്നെ കൈ തരും. സന്ദർഭത്തിന് ചേരാത്തൊരു പാട്ടും വിഷ്വലും. കാളവണ്ടിയിലൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് പോയത് സന്ദർഭത്തിന് ചേരുന്ന പാട്ട് തന്നെ. നീ ജയിച്ചെന്നറിഞ്ഞപ്പോഴേ ഈ മണ്ഡലത്തിലുള്ള ആൾക്കാരെല്ലാം അടുത്ത മണ്ഡലത്തിലേക്ക് പാലായനം ചെയ്യുന്നതാ കാളവണ്ടിയിലൊക്കെ. ഇനി നീ ആരെ കയറി ഭരിക്കും? അവര് പോന്നെങ്കിൽ പോട്ടെ, ഞാൻ പഴയതുപോലെ നിങ്ങളെ ഭരിച്ചോളാം. അപ്പോഴേ ഈ മണി കാണും മുന്നില്. മുന്നണി